ക്ലാരയോട് പറഞ്ഞതുപോലെ ഞാൻ എലിസബത്തിനെ കല്യാണം കഴിച്ചാലും താമസിക്കാൻ പോകുന്നത് ഇവിടെയായിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും കാണാനും സാധിക്കും. അതെ, തീർച്ചയായും. അതെ, വീട്ടിലുള്ള എല്ലാവരോടും ഈ വാർത്ത പറയുന്നതിനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളെല്ലാവരെയും ഈ സമയത്ത് ഇവിടെ കൂടിച്ചേരാൻ പറഞ്ഞത് ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാണ്. അതായത് ഞാനും എലിസബത്തും വിവാഹിതരാകാൻ പോവുകയാണ്. വണ്ടർഫുൾ, കൺഗ്രാറ്റുലേഷൻസ്. മാസച്യൂസെറ്റ്സിൽ വച്ചിട്ടായിരിക്കും ചടങ്ങുകൾ നടക്കുന്നത്. മാസച്യൂസെറ്റ്സിലോ? അതെ, കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ എലിസബത്ത് താമസിക്കുന്ന ബോസ്റ്റണിൽ വെച്ച്. ലൈബ്രറിയിലേക്ക് വരൂ, മാപ്പിൽ ഞാനത് കാണിക്കാം. വളരെ സന്തോഷം. എന്താ ചെയ്യുന്നേ? നമുക്ക് പോവാം. ഇല്ല, എന്നോട് ക്ഷമിക്കണം. വിഷമിക്കണ്ട ക്ലാര, ഞാൻ വേറൊരെണ്ണം വാങ്ങാം. കുറച്ചുകൂടി ഭംഗിയുള്ളതും പുതുമയുള്ളതും വാങ്ങാനുള്ള അവസരം കൂടിയാണല്ലോ. ഞാൻ എന്തെങ്കിലും തെറ്റു പറഞ്ഞു? ഈവാസ് അവളുടെ അമ്മയുടെ ഓർമ്മയാണ്. ഓ, ഞാൻ പോയി അവളെ കാണാം. ഒരു ഉഗ്രൻ പാർട്ടി ഉണ്ടായിരിക്കുമല്ലോ. അതെ, ഉണ്ടായിരിക്കും. കാത്തിരിക്കാൻ വയ്യ. ക്ലാര, നീ എവിടെയാ പോകുന്നേ? ക്ലാര, നിക്കവിടെ. ക്ലാര, ഞാനും വരട്ടെ. ക്ലാര, നീ എന്താ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്? എലിസബത്ത് അത് മനഃപൂർവ്വം ചെയ്തതാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നീ എന്താ അങ്ങനെ പറയുന്നത്? അത് ആക്സിഡന്റ് ആയിരുന്നു. ആർക്ക് വേണമെങ്കിലും അങ്ങനെ സംഭവിക്കാറുന്നല്ലോ. എനിക്ക് ഉറപ്പുണ്ട് അവർക്ക് ആ വാസ് ഇഷ്ടപ്പെട്ടില്ലെന്ന്. വീട്ടിലുള്ളതെല്ലാം അവർ മാറ്റുകയല്ലേ. അവർക്ക് ബ്രിയോഷ്യസും ഇഷ്ടമല്ല. ക്ലാര, നീ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കില്ല എലിസബത്ത്. അവർ നിന്റെ അച്ഛനെ സ്നേഹിക്കുന്നുണ്ട്, അത് മാത്രം മതി. നീ ഇപ്പൊ എവിടേക്കാ പോകുന്നത്? ഹലോ മമ്മി, ഇന്ന് എനിക്ക് പറയാനൊരു ദുഃഖവാർത്തയുണ്ട്. ഡാഡി വിവാഹം കഴിക്കാൻ പോവുകയാണ്. എത്രയും പെട്ടെന്ന്. എല്ലാവരും മമ്മിയെ മറന്നു തുടങ്ങിയെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ ഒരിക്കലും മറക്കില്ല. ഐ പ്രോമിസ്. ക്ലാര, എനിക്ക് തോന്നില്ല നിന്റെ അച്ഛൻ നിന്റെ അമ്മയെ മറക്കുമെന്ന്. ഞാൻ മമ്മിയെ ഒരുപാട് മിസ് ചെയ്യുന്നു. ഞാനും എന്റെ അമ്മയെ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നിനക്കറിയോ, കുഞ്ഞു നക്ഷത്രത്തെ പോലെ നമ്മുടെ അമ്മമാര് മുകളിൽ നിന്ന് നോക്കുന്നുണ്ടായിരിക്കും. ശരിയാണെന്ന് തോന്നുന്നു. എലിസബത്ത് വന്നതുകൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. പക്ഷെ നിന്റെ അച്ഛനെ നീ വിശ്വസിക്കണം. അദ്ദേഹം ഒരു നല്ല വ്യക്തിയാണ് തെരഞ്ഞെടുത്തത്. അങ്ങനെ കരുതാം ഹൈഡി, അങ്ങനെ കരുതാം. നീ ഇത് കണ്ടോ? എലിസബത്ത് കുറച്ച് പൈസ ഡാഡിയുടെ ജാക്കറ്റിൽ നിന്ന് എടുത്തു. എനിക്ക് അറിയാമായിരുന്നു അവർ അത്ര ശരിയല്ലെന്ന്. ക്ലാര, അവർ ചിലപ്പോ അവരൊരു കള്ളിയാണ്. നമുക്ക് ഡാഡിയോട് പോയി പറയാം. എലിസബത്തോ? പണം മോഷ്ടിക്കാനോ? നിനക്കിത് എങ്ങനെ പറയാൻ കഴിഞ്ഞു ക്ലാര? ഞങ്ങൾ അവരെ കണ്ടു, അല്ലേ ഹൈഡി? അത് ശരിയാണ് സാർ. അവർ പണം എടുക്കുന്നത് ഞാനും കണ്ടു. ക്ലാര, കുറച്ച് ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് വാങ്ങാൻ എലിസബത്തിനോട് പൈസ എടുക്കാൻ ഞാൻ തന്നെയാണ് പറഞ്ഞത്. അവൾക്ക് ഫ്രാങ്ക്ഫർട്ടിന്റെ കുറച്ച് പടങ്ങൾ എടുക്കണമെന്നുണ്ട്. ശരിക്കും? അപ്പൊ അതിനാണോ? നോക്കൂ മക്കളെ, നിങ്ങൾ ആരെയും തെളിവില്ലാതെ കുറ്റപ്പെടുത്താൻ പാടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഐ എം സോറി ഡാഡി. നിങ്ങളെ ഞാൻ എവിടേക്കാണ് കൊണ്ടുപോകേണ്ടത് മാഡം? വളരെ നന്ദിയുണ്ട് സെബാസ്റ്റ്യൻ, പക്ഷേ എനിക്ക് നടക്കാനാണ് ഇഷ്ടം. ഞാനൊന്ന് കിഴക്ക് ഭാഗം വരെ എന്റെ അനിയത്തിക്ക് വേണ്ടി ഒരു സ്മാരക വസ്തു വാങ്ങാൻ പോവുകയാണ്. പിന്നീട് കാണാം സെബാസ്റ്റ്യൻ. പിന്നെ കാണാം മാഡം. അവര് പറഞ്ഞത് നീ കേട്ടോ? അവരുടെ അനിയത്തിക്ക് വേണ്ടി ഒരു സ്മാരക വസ്തു വാങ്ങാൻ പോകുന്നെന്ന്. ശരിയാണ്. ഫോട്ടോഗ്രാഫി പ്ലേറ്റിനെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ. അത് മാത്രമല്ല, സെബാസ്റ്റ്യൻ കൂടെ വരണ്ടാന്ന് പറഞ്ഞത് വിചിത്രമല്ലേ? എന്തോ നിഗൂഢത ഉണ്ടല്ലോ. നമുക്ക് വേറെ ചോയ്സ് ഇല്ല. അവരെന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഫോളോ ചെയ്താലേ അറിയൂ. അത് ശരിയാണ്.